ജീവിതത്തിലെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിക്കാതെയാണ് സിദ്ധാർത്ഥ് വേണുഗോപാൽ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞത്. ക്യാൻസർ ബാധിതനായിരുന്നു സിദ്ധാർത്ഥ. 2 വർഷത്തോളമായി ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം. എന്നാൽ ആരെയും ഒന്നും അറിയിക്കാതെ എപ്പോഴും ചിരിയോടെ തന്നെ എല്ലാം കൈകാര്യം ചെയ്തിരിക്കുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കളുടെ ഫോൺ കോളുകളോട് ചിരിച്ചു മാത്രമേ സിദ്ധാർത്ഥ മറുപടി പറഞ്ഞിട്ടുമുള്ളൂ. ഒരിക്കലും തന്റെ ആരോഗ്യ പ്രശ്നങ്ങളോ തന്റെ ഈ വിഷമ കാലഘട്ടമോ ഒരിക്കലും പുറത്തു വരരുത് എന്ന് അദ്ദേഹം തീവ്രമായി തന്നെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ആ വേദനയൊന്നും ആരെയും അറിയിക്കാതെ സിദ്ധാർത്ഥ് ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ബാക്കിയാക്കിയിട്ടാണ് സിദ്ധാർത്ഥ് വേണുഗോപാൽ ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. ആ ആഗ്രഹം ലൈവിലെത്തി തന്നെയാണ് സിദ്ധാർത്ഥ് അവസാനമായി പറഞ്ഞതും. ബിഗ് ബോസിൽ എത്തണം എന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബിഗ് ബോസിന്റെ എല്ലാ സീസണും താൻ കാണാറുണ്ടെന്നും ഒരു എപ്പിസോഡ് പോലും താൻ മുടക്കിയിട്ടില്ലെന്നും സിദ്ധാർത്ഥ പറഞ്ഞിരുന്നു. തന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് 4-ാം സീസണിൽ താൻ എത്തുമെന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ പ്രതീക്ഷ. എന്നാൽ പിന്നീട് അദ്ദേഹം അസുഖബാധിതനായിരിക്കാനാണ് സാധ്യത. അതിനുശേഷം സീരിയലിലൂടെ ആക്കി നമുക്ക് പരിചിതനായ സിദ്ധാർത്ഥ് പിന്നീട് സ്ക്രീനിലൊന്നും നമ്മൾ കണ്ടില്ല. തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയുടെ ഭാഗമാവുക, ഒരു വലിയ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഭാഗമാവുക എന്നതും സീരിയലിന്റെ ഭാഗമാവുക എന്നതും ഒക്കെ. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് ഇന്ന് സിദ്ധാർത്ഥ് വേണുഗോപാൽ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നടൻ സിദ്ധാർത്ഥ് വേണുഗോപാൽ അന്തരിച്ചിരിക്കുന്നു. അവതരിപ്പിച്ചത് ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമാണെങ്കിലും സിദ്ധാർത്ഥ് വേണുഗോപാൽ എന്ന നടനെ പറ്റി കൂടുതൽ വർണ്ണനയുടെ ആവശ്യമില്ല. കീർത്തിയുടെ സിദ്ധു, അരുൺ ഷേണായി തുടങ്ങിയ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മിനി സ്ക്രീനിൽ റൊമാൻറ്റിക് ചുള്ളനായി വിലസിയിട്ടുണ്ട് ഈ ചാലക്കുടിക്കാരൻ. അവതാരകനായിട്ടാണ് സ്ക്രീനിൽ തുടക്കമെങ്കിലും അഭിനയ മോഹം ഒന്നുകൊണ്ട് മാത്രമാണ് കുടുംബ സദസ്സുകളുടെ പ്രിയ സിദ്ധുവായി താൻ മാറിയതെന്ന് പലപ്പോഴും സിദ്ധാർത്ഥ വ്യക്തമാക്കിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്ന അദ്ദേഹം പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായിരുന്നു. സിനിമാ നിർമ്മാതാവും നടനുമായ അരുൺ ഘോഷ് ആണ് സിദ്ധാർത്ഥിനെ മിനി സ്ക്രീനിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകരുടെ പിന്തുണയാണ് തന്റെ വിജയമെന്ന് സിദ്ധാർത്ഥ വ്യക്തമാക്കിയിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ വീഡിയോകളെല്ലാം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കാറുമുണ്ട്. ക്യാൻസർ ബാധിതനായിരുന്നു നടൻ എന്നാണ് റിപ്പോർട്ടുകൾ. നടി സീമ ജി നായരാണ് മരണ വിവരം പങ്കുവച്ചത്. കഴിഞ്ഞ 2 വർഷത്തോളമായി രോഗവുമായി പോരാടിയതിനു ശേഷമാണ് സിദ്ധാർത്ഥിന്റെ വിയോഗമെന്ന് സീമ പറയുന്നു. പ്രതീക്ഷകൾ അസ്തമിച്ചു. പ്രശസ്ത സീരിയൽ താരം സിദ്ധാർത്ഥ് വേണുഗോപാൽ വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. കഴിഞ്ഞ 2 വർഷം നിനക്ക് വേണ്ടി ഞാൻ പൊരുതി. മനസ്സും ശരീരവും തളർന്നപ്പോഴും നിന്റെ ജീവൻ തിരിച്ചു പിടിക്കാനായി ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഈശ്വരൻ തീരുമാനിച്ചു നീ കൂടുതൽ വേദനിക്കണ്ട എന്ന്. വയ്യ സിദ്ധാർത്ഥ്, തളർന്നു പോകുന്നു എന്നാണ് സീമാജി നായർ കുറിച്ചത്. നിരവധി പേരാണ് സിദ്ധാർത്ഥിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തുന്നത്. ഒരു കലാകാരൻ കൂടെ അകാലത്തിൽ പൊലിഞ്ഞു. ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായിരുന്ന സിദ്ധാർത്ഥ് വേണുഗോപാൽ കുറച്ചുകാലമായി അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു. നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട സീമാജി നായരായിരുന്നു സിദ്ധാർത്ഥന്റെ ആരോഗ്യ പരിപാലനം ഒക്കെ നിർവഹിച്ചിരുന്നത്. അന്തരിച്ചുപോയ ശരണ്യ ഉൾപ്പെടെ നിരവധി ആൾക്കാരുടെ ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി സീമ എപ്പോഴും കൂടെയുണ്ടായിരുന്നു.